ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചി അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അച്ഛന്റെ അമ്മയുടെയും പിണക്കം തീർക്കുന്നത് വരെയായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. റൂമിലിരിക്കുന്ന ശ്രുതിക്ക് അരികിലേക്ക് ചെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ ഇങ്ങനെ ആയി പോയത്? മാസം 50,000 രൂപ കൊടുക്കണം എന്നുള്ള കാര്യം അച്ഛമ്മ പറഞ്ഞില്ലേ? അച്ഛമ്മയെ പ്ലാൻ ചെയ്തിട്ടാണ് സച്ചി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ശ്രുതി ഇപ്പോ ആന്റിയുടെ അടുത്ത് അങ്കിള് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ. ഇപ്പൊ അതാണോ അത്ര വലിയ കാര്യം? കുറച്ചു ദിവസം അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും അച്ഛൻ അമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇത് സച്ചി കാശ് വസൂലാക്കാൻ വേണ്ടി തന്നെ ഒപ്പിച്ച പണിയാണ്. ഇപ്പോ 50,000 രൂപ വെറുതെ കിട്ടുമോ? ഞാൻ അതെങ്ങനെയാണ് റെഡിയാക്കി കൊടുക്കുക എന്നൊക്കെ ശ്രുതിയുടെ ചോദ്യം കേൾക്കുമ്പോ, ഇതെല്ലാം ശ്രുതി നിന്റെ തെറ്റാണ്. നീയാണ് ബുദ്ധിയില്ലാതെ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതെന്താണ് എല്ലാവരും മാറി മാറി ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെ പറയുന്നത്? ഞാന് അതിന് മാത്രം എന്താ ചെയ്തത്? രേവതിയുടെ സ്വർണത്തിന്റെ കാശ് 3 ലക്ഷം, അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന 50 ലക്ഷം രൂപയുണ്ടല്ലോ, അതില് ശ്രുതിക്കും അവകാശമില്ലേ? 3 ഷെയർ ആക്കി കഴിഞ്ഞ് ഒരു ഷെയർ എടുത്തിട്ട് ബാക്കി പൈസ അവർക്ക് കൊടുത്താ പോരെ? ആ ശരിയാണല്ലേ ശ്രുതി, എനിക്ക് അത് തോന്നിയില്ല. അല്ലെങ്കിലും ശ്രുതിക്ക് ഇത് തോന്നിയായിരുന്നെങ്കിൽ ഒരിക്കലും പറ്റിക്കപ്പെടില്ലായിരുന്നല്ലോ. ശരി, എന്തായാലും ഞാൻ ഈ കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പുറത്തേക്ക് പോകുമ്പോഴേക്കും ശ്രുതി അവിടെ നിൽക്ക്. ശ്രുതി എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഈ കാര്യത്തെ കുറിച്ചിട്ട് ചെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോ നീ ഈ കാര്യത്തെ കുറിച്ച് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചി പറയും ഞാൻ പറഞ്ഞു തന്ന ഐഡിയ ആണെന്ന്. പണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ? എവിടെ അവസാനിച്ചു എന്നാണ് ശ്രുതി നീ ഈ പറയുന്നത്? ഷോറൂമില് ഏകദേശം 1 ലാഖിന് മേലെ ചെലവ് വരുന്നുണ്ട്. അത് പോരാത്തതിനാണ് ഇപ്പോ 50,000 രൂപ ഇവിടെ കൊടുക്കണമെന്ന് പറയുന്നത്. വേറെ വഴിയില്ലല്ലോ, കൊടുത്തല്ലേ പറ്റുള്ളൂ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോഴാണ് റൂമിലേക്ക് ചന്ദ്രമതി കയറി വരുന്നത്. ചന്ദ്രമതി കയറി വരുന്നത് കാണുമ്പോഴേക്കും, എന്താ അമ്മേ അവൻ എന്റെ അടുത്ത് പണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും, നീ അല്ലടാ പണം എടുത്തോണ്ട് ഓടിപ്പോയവൻ, അപ്പോ നീ കൊടുത്തല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രങ്ങ് ചാടി കളിക്കുവാണേ. ഞാൻ തന്നെ എന്റെ മാനം പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രങ്ങ് മുന്നോട്ട് നടക്കുമ്പോഴേക്കും, ശ്രുതി നീ ഒന്ന് മിണ്ടാതിരിക്കോ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. കണ്ടില്ലേ ശ്രുതി, എന്റെ അമ്മായിമ്മ വന്നിട്ട് എന്നെ അധികാരം ചെയ്യുന്നത്? എന്തോ ഞാൻ വലിയ തെറ്റ് ചെയ്തതുപോലെയല്ലേ രവിയേട്ടന്റെ അടുത്ത് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്? അത് കേൾക്കുമ്പോ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. ശരിയാണ്, ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്? ഇപ്പൊ നോക്ക്, ആ പൂ കെട്ടുന്നവളുടെ മുമ്പിൽ ഞാൻ ചെന്നിട്ട് അപമാനപ്പെട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ആന്റി, എന്തായാലും അങ്കിള് ആന്റിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ? അത് ശരിയാണ്, അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ വിചാരിച്ചു രവിയേട്ടൻ ഒരിക്കലും എന്റെ അടുത്ത് സംസാരിക്കില്ല എന്ന്. അങ്കിള് സംസാരിക്കാതിരുന്നപ്പോ ആന്റി ഭയങ്കരമായിട്ട് അങ്കിളിനെ മിസ് ചെയ്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അപ്പോ എനിക്കെന്തോ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും രവിയേട്ടൻ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്, അല്ലാതെ എന്നോടുള്ള ദേഷ്യമൊന്നും പോയിട്ടില്ല. ഇതിനെല്ലാം ഒറ്റൊരുത്തി ആ പൂക്കാരിയാണ്. അത്രയ്ക്കും എന്നെ കുറിച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ അവള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇവൻ കാരണം ഈ വീട്ടിൽ ഞാൻ എന്നും അപമാനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അമ്മേ ഞാൻ എന്ത് ചെയ്യാനാന്ന് ശ്രുതി ചോദിക്കുമ്പോ, നീ ഒന്നും ചെയ്യണ്ട, നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ശ്രുതി, ഈ പണത്തിന്റെ വിഷയമാണ് എന്റെ വായ അടച്ചു കെട്ടുന്നത്. അതിനൊരു പരിഹാരം നീ തന്നെ കാണണം. ഞാൻ എന്ത് ചെയ്യാനാണ് ആന്റി? നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പണം ഏർപ്പാടാക്കണം. അതിന് ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ അമ്മേ? നിനക്ക് ബിസിനസ് ആരംഭിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിന് പണം അയച്ചു തരാൻ വേണ്ടി പറ്റുമായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ അയച്ചെന്താ എന്താ കുഴപ്പം? എങ്ങനെങ്കിലും നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പണം അയച്ചു തരാൻ വേണ്ടി പറ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ വീട്ടിൽ തലപൊക്കി നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ചന്ദ്രമതി പറയുന്നത് കേട്ട് ശ്രുതിക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാതെ ആകെ കുഴപ്പത്തിലിങ്ങനെ നിൽക്കുവാണേ. പക്ഷെ ശ്രുതിയുടെ അച്ഛൻ പണം തന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രുതിക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ശരി ആന്റി, ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, കണ്ടോ ശ്രുതി, നിന്നെ പ്രസവിച്ച കാരണം ഞാനും, അതുപോലെ തന്നെ നിന്നെ കല്യാണം കഴിച്ചത് കാരണം ശ്രുതിയും ആകെ പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോകുമ്പോഴേക്കും, ഇതിനെല്ലാം കാരണം അമ്മ ഒറ്റൊരുത്തിയാണെന്നുള്ള കാര്യം ശ്രുതി പുറകിൽ നിന്ന് പറയാണേ. ഞാനൊന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, അതെ, നിങ്ങള് എന്നെ പ്രസവിച്ചതിന് ശേഷം അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തുകൂടായിരുന്നോ? പിന്നെ എന്തിനാണ് സച്ചിയെ പ്രസവിക്കാൻ വേണ്ടി നിന്നത്? ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി തന്നെ ആകെ എന്തോ പോലായ പോലെ നോക്കുവാണേ. ചന്ദ്ര വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ പ്രശ്നം അവനെ പ്രസവിച്ചതല്ല, നിന്നെയും ഞാൻ പ്രസവിക്കാനേ പാടില്ലായിരുന്നു. ചന്ദ്രമതിയുടെ ഭാവമൊക്കെ അങ്ങ് മാറുന്നത് കാണുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പുറകെ നിന്നുകൊണ്ട് എന്ത് വർത്താന ശ്രുതി പറയുന്നെന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ശ്രുതി ഒരു നോട്ടം നോക്കിയിട്ട് ചന്ദ്ര റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ പണം അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്ക്,
അത് കഴിഞ്ഞ് ചന്ദ്ര പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് നീലിമ തന്ന പണത്തിൽ ബാക്കി പൈസ ഇല്ലേ, അതൊന്ന് എടുത്തിട്ട് കൊടുത്താലോ എന്ന്. ആ പണത്തിനെ കുറിച്ചുള്ള ഒരു അക്ഷരം പോലും മിണ്ടി പോവരുത്. ബിസിനസ് നടത്തുന്ന സമയത്ത് കയ്യിൽ പണം ഇല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ പണം എടുക്കാന്നുള്ള മോഹം ശ്രുതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അല്ലാതെ എങ്ങനെയാണ് 50,000 രൂപ മാസം കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നോക്ക്. അതും ശ്രുതി ഭയങ്കര കലി തുള്ളിയിട്ടാണ് കേട്ടോ പറയുന്നത്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രവി മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും അച്ഛമ്മ രേവതി നീ വേഗം ചായ എടുത്തിട്ട് വാ രവിക്ക് എന്ന് പറയുന്നുണ്ട്. രേവതി ആണെങ്കിൽ ചായ കൊണ്ട് കൊടുക്കുവാണ്. ചായ കുടിക്കുന്ന സമയത്ത് രവിയുടെ അടുത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. അമ്മ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എടാ അവിടെ പോയിട്ട് ഒരുപാട് തിരക്കുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതി ചായ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. ചായക്കിന്റെ ഗ്ലാസ്സിന് എന്താ കയ്യും കാലും ഉണ്ടോ? നിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിട്ട് ചന്ദ്രയെ പോയിട്ട് എടുത്ത് കുടിക്കാൻ വേണ്ടി നൈസായിട്ട് രേവതിയുടെ അടുത്ത് ഓർഡർ ഇടണ്ട എന്നുള്ള കാര്യമാണ് അച്ഛമ്മ പറഞ്ഞത്. അത് കഴിഞ്ഞ് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അമ്മയൊന്ന് സോപ്പിട്ടേക്കാം എന്നുള്ള മട്ടില് അമ്മ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിക്കുകയാണേ. ഞാന് നാട്ടിലാകുന്ന സമയത്ത് നേരത്തെ എഴുന്നേക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് കുളിക്കും. അല്ലാതെ നിന്നെ പോലെ ആവാൻ വേണ്ടി പറ്റോ? നിനക്ക് അല്ലെങ്കിലും സുഖം കൂടുതലാണല്ലോ, 3 മരുമക്കളുണ്ടല്ലോ. അതുപോലെയല്ലല്ലോ എന്റെ കാര്യം. അമ്മ എന്താ അങ്ങനെ പറയുന്നത്? അമ്മയ്ക്ക് ഞാനില്ലേ? ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മയും കൂടെ കൂട്ടിക്കോളൂ. അമ്മ അച്ഛമ്മയ്ക്ക് വേണ്ട എല്ലാ ജോലിയും ചെയ്തു തരുന്ന സച്ചി. അത് കേട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് സച്ചിയെ നോക്കി പേടിപ്പിക്കുകയാണേ. പക്ഷെ അച്ഛമ്മ പറയുന്നുണ്ട്, എന്താടാ സച്ചി, ഞാൻ അവിടെ സമാധാനത്തോടു കൂടി ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? എന്നെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, എനിക്ക് ആരുടെ ഒരു സഹായവും വേണ്ട. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി എഴുന്നേറ്റ് വരുന്നുണ്ട്. രേവതി എല്ലാവർക്കുള്ള കോഫി കൊണ്ടേ കൊടുക്കുവാണ്. കോഫി മേടിച്ചതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, രേവതി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നലെ ഒരു കാറിന്റെ കാര്യത്തെക്കുറിച്ച്, അതിനു വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് നേരത്തെ പോകണം. ശരി സച്ചേട്ടൻ കുളിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ദോശയൊക്കെ റെഡിയാക്കി വെക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോ രേവതി വേഗം തന്നെ എല്ലാം ചെയ്യൂ കേട്ടോ, എല്ലാവർക്കും ജോലിക്ക് പോവേണ്ടതല്ലേ. ഇത് കേട്ട ഉടനെ അച്ഛമ്മ ചോദിക്കുന്നുണ്ടേ, അല്ല ചന്ദ്രേ നിനക്ക് ഇവിടെ എന്താ ജോലി? രേവതി അവളുടെ ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ, നീ നിന്റെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്. ഞാനോന്ന് ചന്ദ്ര ചോദിക്കുമ്പോ നീയല്ലേ അവന്റെ ഭാര്യ, പിന്നെ അപ്പുറത്തുള്ള ചേച്ചിയെ വിളിച്ചിട്ട് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയാൻ പറ്റുമോ? അതിനിടെ കയറിയിട്ട് രേവതി പറയുന്നുണ്ട്, അച്ഛമ്മേ എന്തിനാ കഷ്ടപ്പെടുന്നത്, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. അയ്യോ ത്യാഗമരമേ, നീ ഇങ്ങോട്ടേക്ക് വാ. അച്ഛമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി നീ വലിയ ആളാവാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കണ്ട. അച്ഛമ്മ ഇതുപോലെയാണ്, ഇവിടെ വലിയ ത്യാഗം ചെയ്തിട്ട് എല്ലാ ജോലിയും എടുത്തിട്ട് തലയിൽ വെക്കുന്നു സച്ചി അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. രേവതി നീ സച്ചിക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. ചന്ദ്രേ നീ പോയിട്ട് രവിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്. അച്ഛമ്മേ അപ്പോ ഞങ്ങളൊക്കെ എങ്ങനെ കഴിക്കുക എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, എന്താടാ നിനക്ക് ഭാര്യയില്ലേ, നിനക്ക് വേണ്ട ഭക്ഷണം ശ്രുതിയുടെ അടുത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടി പറ. ഞാനോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, അതെ നീ ശ്രുതിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ശ്രീകാന്തെ വർഷയുടെ അടുത്ത് നിനക്ക് വേണ്ട ദോശ ചുട്ടു തരാൻ വേണ്ടി പറ. അയ്യോ അച്ഛമ്മേ എനിക്ക് ദോശ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ദോശ ചുടാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ തോക്കെടുത്തിട്ട് ചുട്ടു കളയാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ഭാര്യമാരെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ രേവതിയാണെങ്കിൽ, അച്ഛമ്മ എന്തിനാണ് എല്ലാവരെയും കഷ്ടപ്പെടുത്തുന്നത്, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാം എല്ലാവർക്കും വേണ്ടിയിട്ട്. നീ എന്താ ഇടിതാങ്ങിയോ മറ്റാണോ എല്ലാവരുടെയും കാര്യങ്ങൾ എടുത്തിട്ട് തലയിലേക്ക് കയറ്റി വെക്കാന്? രേവതി ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വിളിക്കുമ്പോ അച്ഛമ്മ പറയുന്നത് കേട്ടില്ലേ, അവിടെ പോയിരിക്കും രേവതി എന്ന് സച്ചിയും പറയുന്നുണ്ട്. രേവതി അച്ഛമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിരിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ എനിക്കൊരു ഡൗട്ട്. എന്താടാ, ഇപ്പോ അവരവരുടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അപ്പൊ ഭാര്യമാർക്ക് ആരാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക? അവരുടെ ഭർത്താക്കന്മാര്. ഓ ഇതും നല്ല ഐഡിയ തന്നെയാണ്. പക്ഷേ സച്ചിയുടെ ആ ഐഡിയ കേട്ടിട്ട് രവിക്ക് അത്ര അങ്ങ് സൂഹിക്കുന്നില്ല കേട്ടോ. അച്ഛമ്മ ഭർത്താക്കന്മാരുടെ അടുത്തും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, തനിക്ക് അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്ന് ശ്രുതി പറഞ്ഞ് കേട്ട ഉടനെ തന്നെ സച്ചി, അവന് സ്വർണവും അതുപോലെ തന്നെ പണവും എവിടെ ഉണ്ടോ അതെടുത്ത് ഓടാൻ മാത്രമേ അറിയുള്ളൂ. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ വർഷിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അച്ഛമ്മ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത്, എന്തിനാണ് ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്? എന്തായാലും അച്ഛമ്മ ഇത് നല്ല ഐഡിയ ആണെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടേ. ശ്രീകാന്തെ നീ ഷെഫ് ആയതുകൊണ്ട് നിനക്ക് കുഴപ്പമുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ശ്രീകാന്തിനെ തന്നെ കല്യാണം കഴിച്ചത്. ഇപ്പോ എന്റെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറയാണല്ലോ അച്ഛമ്മ എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് ചെയ്തേ പറ്റുള്ളൂ. ചന്ദ്ര രവിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും. രവി തിരിച്ച് ചന്ദ്രയ്ക്കും. അമ്മ ഇതൊക്കെ എന്താന്ന് രവി ചോദിക്കുമ്പോ, 2 അടുപ്പുണ്ടല്ലോ, പറഞ്ഞത് കേക്ക്, 2 പേരും പോ എന്ന് പറഞ്ഞിട്ട് 2 പേരും അടുക്കളയിലേക്ക് പറഞ്ഞു വിടുവാണേ.
അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ രേവതി ഒഴികെ ബാക്കി 5 പേരും കൂടി ചേർന്നിട്ട് അടുക്കളയിൽ അവർ രണ്ടുപേരും പരസ്പരം മിണ്ടുന്നുണ്ടോ എന്നുള്ള കാര്യം പോയി നോക്കുവാണേ. അവരവിടെ പോയി നിൽക്കുന്നത് അച്ഛമ്മയ്ക്ക് രേവതി കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അവിടെ പോയിട്ട് എല്ലാവരും കൂടി നിൽക്കുന്നത്, അവിടെ വല്ല സിനിമയോ മറ്റോ നടക്കുന്നുണ്ടോ, വേഗം പോയിട്ട് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി പറയുന്നുണ്ട്. അതും ചെയ്യണോ അച്ഛമ്മയെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അല്ലെങ്കിലും ഇവന് ജോലി ചെയ്യുന്ന കാര്യം കേൾക്കുമ്പോഴേക്കും ശരീരം നോവുമല്ലോ, ചെന്ന് എല്ലാവരും കൂടി ചേർന്ന് എല്ലാം വെട്ടി നുറുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എല്ലാത്തിനെയും അവിടെ നിന്ന് ഓടിക്കുകയാണേ. തുടർന്ന് കിച്ചണിൽ രണ്ടുപേരും കൂടി ദോശ ചുടാൻ വേണ്ടി തുടങ്ങുവാണല്ലോ. രവി പറയുന്നുണ്ട് എനിക്ക് 2 മതിയെന്ന്. നിനക്ക് എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ 4 മതിയെന്ന് ചന്ദ്ര പറയാണേ. അത് മതിയാവോ എന്ന് രവി ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞത് തലയാട്ടുമാണ്. അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെയും അതുപോലെ ശ്രുതിയുടെയും ദോശ ഉണ്ടാക്കുന്ന ഊഴമാണ്. ശ്രുതി ദോശ ഒരു തവി ഒഴിച്ചതിന് ശേഷം ഇതെന്താ ശ്രുതി വലുതാവാത്തത്, നീ എന്താ ശ്രുതി പപ്പടാണോ ചുടുന്നത്, ദോശയല്ലേ, അത് പരത്തണം എങ്കിൽ മാത്രമേ വലുതാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പരത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓ സർക്കിൾ അല്ലേ, ഇപ്പൊ കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞിട്ട് ദോശ വെച്ചിട്ട് ഭയങ്കര പരത്തലാണേ. ആ പരത്തല് കാണുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മെല്ലെ ചെയ്യേ, അല്ലെങ്കിൽ ചിലപ്പോൾ പാത്രത്തിൽ നിന്ന് ദോശ കിട്ടിയെന്ന് വരില്ല, ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, അതിനിടയ്ക്ക് എന്തിനാണോ അച്ഛമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദോശ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എടുത്തിട്ട് മൊത്തത്തില് ദോശക്കല്ല് തന്നെ ഒട്ടിയിട്ട് കിട്ടാത്ത അവസ്ഥയാവാണ്. ഇതെല്ലാം സച്ചി പുറത്തുനിന്ന് കാണുന്നതുകൊണ്ട് തന്നെ അച്ഛമ്മ അവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കൊത്തു ദോശയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് വർഷയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി എനിക്ക് ദോശയൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയില്ല, ചേച്ചി എനിക്ക് കൂടി വേണ്ടിയിട്ടുള്ളത് ചുട്ടു തരണം, ഞാൻ ചേച്ചിക്ക് എന്റെ ഡബിങ് സ്റ്റുഡിയോയിലുള്ള പൂവിന്റെ കോൺട്രാക്ട് മേടിച്ചു തരാം എന്നൊക്കെ പറയുന്നത് സച്ചിയും കേൾക്കുന്നുണ്ടേ. അച്ഛമ്മ ഇതാ ഇവിടെ കള്ളക്കളി. അച്ഛമ്മ വർഷ രേവതിക്ക് കൈക്കൂലി കൊടുക്കുന്നു എന്ന് പറയണേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്. അതെ അച്ഛമ്മ, ദോശ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് വർഷ രേവതിക്ക് പൂ കോൺട്രാക്ട് മേടിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. അതൊന്നും പറ്റില്ല, അവരവർക്ക് വേണ്ടത് അവരവർ തന്നെ ഉണ്ടാക്കണം എന്ന് പറയാണ് അച്ഛമ്മ. എന്തായാലും വർഷേ നിന്റെ ഈ കള്ളക്കളിയൊന്നും ഈ വീട്ടിൽ നടക്കില്ല, എല്ലാം നോക്കിയും കണ്ടും നടത്താൻ വേണ്ടിയിട്ട് അച്ഛമ്മയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. വർഷേ നീ എന്തിനാ ടെൻഷൻ ആവുന്നത്, നിനക്ക് ഞാൻ പറഞ്ഞു തരില്ലേ, അല്ലെങ്കിലും എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കുന്നത് നീയല്ലേ കഴിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഓ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് തലച്ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ചിരിക്കുന്നുണ്ട്. ദോശ എങ്ങനെ ചുടുന്നെന്നുള്ള കാര്യമൊന്നും വർഷയ്ക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ വർഷ പോയിട്ട് ദോശമാവ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിക്കുവാണ്. എങ്ങനെയല്ല എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കുവാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, എന്തായാലും ദോശ ചുടല് കുറച്ച് റൊമാൻറ്റിക് ആണല്ലേ എന്നൊക്കെ ഇങ്ങനെ വർഷ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പറയാണ്. ഇനി ദോശ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറിച്ചിടണമെന്ന് പറയാണ്. ഓ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചട്ടിയോടൊക്കെ മറിച്ചിട്ട് ഗ്യാസിന്റെ മേലേക്ക് ഇങ്ങനെ ഇടുവാണ്. ഗ്യാസ് കെട്ടുപോവാണ്. ഇതെന്താണ് തീ അണഞ്ഞു പോയത്, വർഷേ നീ കിച്ചന്റെ പരിസരത്തേക്ക് വരാതിരിക്കുന്നതാണ് എനിക്ക് സേഫ് ആയിട്ടുള്ള കാര്യം, ഒന്ന് പോയി തരുമോ എന്നുള്ള മട്ടില് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയുടെയും രേവതിയുടെയും ഊഴാണ്. രണ്ടുപേരും ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. സച്ചി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ആഹാ കൊള്ളാലോ, സച്ചിയേട്ടന് ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് അറിയാമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചതാണ്, നിനക്ക് ഞാൻ ഒന്നിയൻ ദോശ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിയനൊക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്തും അതുപോലെ സച്ചിയും കൂടി ചേർന്നിട്ടാണ് സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കുന്നത്. ശ്രുതി ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷെ ഓരോരോ അബദ്ധങ്ങൾ കാണിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോയി എന്നുള്ള മട്ടില് ശ്രീകാന്ത് തന്നെ അവിടുന്ന് ഇറക്കി വിടുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ശ്രുതിയുടെ പാത്രത്തിൽ ദോശ കരിഞ്ഞതുകൊണ്ട് തന്നെ ഇതെന്താ അച്ഛമ്മേ, നമ്മളെ എല്ലാവരും ദോശയല്ലേ ചുട്ടത്, ഇവൻ വേറെന്തെങ്കിലും ആണോ, ഇത് സ്പെഷ്യൽ ദോശയാണ്, ഇത് സ്പെഷ്യൽ ദോശയല്ല കരിഞ്ഞു പോയ ദോശയാണെന്ന് ശ്രീകാന്ത് കളിയാക്കി പറയുവാണ്. എനിക്ക് ടൈമായി, എല്ലാവരും സംസാരിക്കാതെ വേഗം തന്നെ കഴിച്ചിട്ട് പോവാൻ വേണ്ടി നോക്കിയെന്ന് ശ്രുതി പറയുമ്പോ നിൽക്ക് ആരും അവരവരുടെ ദോശ കഴിക്കരുത് അച്ഛമ്മേ, പിന്നെ നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും കഴിച്ചാൽ മതിയോ, അതല്ല ശ്രുതി ഞാൻ പറഞ്ഞത്, ഭാര്യമാരെല്ലാവരും ഭർത്താക്കന്മാർക്ക് ഭക്ഷണം വാരി കൊടുക്കണം, അതുപോലെ തന്നെ തിരിച്ചും. ഓ അച്ഛമ്മ അങ്ങനെയാണല്ലേ പറഞ്ഞു വരുന്നത്. അച്ഛമ്മ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഒരു റൊമാൻറ്റിക് ഡേറ്റ് ആയിട്ട് മാറ്റിക്കളഞ്ഞു. എല്ലാവരും അങ്ങനെ വാരി കൊടുക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മക്കളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നത് കണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ രവി. പക്ഷേ ചന്ദ്രയ്ക്ക് വാരി കൊടുക്കുന്നൊന്നുമില്ല. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിക്ക് കൊടുക്കണം എന്ന മട്ടില് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ്. രവി തരാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ രവി പറയുന്നുണ്ട് അവരൊക്കെ ഇളം ജോഡികളാണ്, കഴിക്കാൻ വേണ്ടി നോക്കുകയെന്ന് ചന്ദ്രയുടെ അടുത്ത്.
അച്ഛൻ അമ്മയുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നിന്നും ഒരു അടി കിട്ടിയ ഒരു ഫീലിംഗ് തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വർഷ അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ ഇത്രയും റൊമാൻറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛമ്മയുടെ അടുത്ത് ലവ് മാരേജോ മറ്റോ ആയിരുന്നോ? അത് കേൾക്കുമ്പോൾ ഒന്ന് പോടി എന്ന് പറഞ്ഞ് ചിരിക്കുവാണേ. എന്താ അച്ഛമ്മയ്ക്ക് നാണാവുന്നുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട്, കലാവധി ഇങ്ങനൊരു നാണം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോ അച്ഛനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ അച്ഛമ്മ? നീ പോയിട്ട് അവിടെ ഇരിക്കടാ. ഞാൻ സ്നേഹിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവര് എന്നെ സ്നേഹിക്കായിരുന്നു. ഓ അങ്ങനെയായിരുന്നു അച്ഛമ്മ എന്ന് രേവതി ചോദിക്കുമ്പോ, അതെ, ഞാന് പണ്ട് അച്ഛൻ വയലിൽ പണിയെടുക്കുന്ന സമയത്ത് കഞ്ഞിയുമായിട്ട് പോവായിരുന്നു. എന്നെ കണ്ടിട്ട് അവര് എന്റെ പുറകെ തന്നെ വരും. അവര് എന്റെ പുറകെ വരുമ്പോ ഞാനും അവരുടെ പുറകെ പോവാറുണ്ട്. ഓഹോ, അപ്പൊ അച്ഛമ്മയും അവരുടെ അടുത്ത് ഇഷ്ടാണെന്ന് പറഞ്ഞു അല്ലേ? ഇഷ്ടമല്ലാതെ പിന്നെ ഞാന് സമ്മതം പറയോ? ഓ അപ്പൊ അച്ഛനൊരു റോമിയോ ആയിരുന്നു അല്ലേ? അച്ഛമ്മ ജൂലിയറ്റ് എന്ന് വർഷ അച്ഛൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛമ്മയ്ക്ക് വാരി തരുമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണേ. അവര് ഉള്ളിടത്തോളം കാലം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വാരി തന്നിട്ടുണ്ട്. അച്ഛനില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ അച്ഛമ്മയ്ക്ക് വാരി തരുമെന്ന് പറഞ്ഞിട്ട് സച്ചി കൊണ്ടുപോയിട്ട് അച്ഛമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുവാണ്. അതിനിടയ്ക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രണയത്തിന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചിരിക്കുവാണേ. അങ്ങനെ എല്ലാവരും ഭക്ഷണം അങ്ങോട്ടോട്ട് വാരി കൊടുക്കുന്നുണ്ടല്ലോ. വർഷ പറയുന്നുണ്ട്, അങ്കിൾ ഇപ്പോ ആന്റിയുടെ അടുത്ത് അങ്കിളിന് വാരി തരാൻ വേണ്ടി പറ. അത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിങ്ങനെ വെച്ചിരിക്കുവാണേ. പക്ഷെ രവി ആണെന്നുണ്ടെങ്കിൽ വേഗം അങ്ങ് കഴിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ രവിയുടെ ദേഷ്യം മാറിയിട്ടില്ല എന്നുള്ള സത്യം ചന്ദ്ര എല്ലാവരുടെ മുമ്പിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അത് ശരിക്കും ചന്ദ്രയ്ക്ക് ഒരു വല്ലാത്തൊരു വിഷമം പോലെ ആവുന്നുണ്ട്. കലാവധിയും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ചന്ദ്രയുടെ അടുത്ത് സംസാരിച്ചത്. പക്ഷെ എങ്കിലും ഒരിക്കലും ചന്ദ്രയോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴല്ലേ സച്ചി ഒരു പ്രശ്നം തീർന്നത്, നീ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് ഒന്ന് അമ്പലം വരെ പോയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ശരിയെന്ന് സച്ചിയും പറയും.